മലപ്പുറം പൂക്കോട്ടും പാടത്ത് വീണ്ടും കരടി ഇറങ്ങി. ഇന്നലെ വൈകുന്നേരമാണ് ജനവാസ മേഖലയിൽ കരടി എത്തിയത്. സമീർ ബിൻ കരീം ആ വാർത്തയുടെ വിവരങ്ങൾ ചേർന്നു. സമീർ, സ്ഥിരമായി കരടി ഇറങ്ങുകയാണെങ്കിൽ ആ മേഖലയിൽ വലിയ ഭയമുണ്ടാവില്ലേ? ഹാഷ്മി, കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ മേഖലയിൽ ഈ കരടിയുടെ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പകൽ സമയത്തും കരടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് ആശങ്ക ഉയർത്തുന്നത്. ഇന്നലെ വൈകുന്നേരം 6:30 കൂടിയാണ് പൂക്കോട്ടുംപാടത്തിനടുത്ത് TK കോളനി ഭാഗത്ത് ഈ കരടി ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ജെറീഷ് എന്ന് പറയുന്ന ആളുടെ കൃഷിയിടത്തിലേക്കാണ് ഈ കരടി എത്തിയത്. സമീപത്ത് വലിയ ഒരു ചിതലിന്റെ കൂടുണ്ടായിരുന്നു, അതൊക്കെ നശിപ്പിച്ച് ചിതലിനൊക്കെ ഭക്ഷിച്ച ശേഷമാണ് കരടി മടങ്ങാൻ തയ്യാറായത് എന്നുള്ളതാണ് ഈ ജെറീഷ് വ്യക്തമാക്കുന്നത്. ഈ RRT ടീം അംഗങ്ങളൊപ്പം തന്നെ മറ്റുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ചേർന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിയുതിർത്താണ് ഈ കരടിയെ കാട് കയറ്റിയത് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി മേഖലയിൽ ഈ കരടി ശല്യം രൂക്ഷമാണ്. ഇവിടെയുള്ള ഒരു അമ്പലത്തിലെത്തി ഈ വെണ്ണയും നെയ്യും ഒക്കെ തന്നെ സ്ഥിരമായി കരടി മോഷ്ടിച്ച് ഭക്ഷിച്ച് മടങ്ങുന്നതാണ് കരടിയുടെ പതിവ് രീതി എന്നുള്ളതാണ്. വനംവകുപ്പ് കരടിയെ പിടികൂടാൻ കെണിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കെണിയിൽ കരടി ഇതുവരെ കയറിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ശാശ്വതമായ ഒരു പരിഹാരം ഈ കരടി ശല്യത്തിന് വേണമെന്നുള്ളതാണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. ഹാഷ്മി, അല്ല, വെണ്ണയും നെയ്യുമാണോ കരടിയുടെ ആവശ്യം? സമീർ, ഹാഷ്മി, വെണ്ണയും നെയ്യുമാണ് കരടി ഇതുവരെ ഭക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ്. കാരണം ഈ വനത്തിനോട് ചേർന്നുള്ള ഒരിടമാണ് ഈ പ്രദേശം എന്നുള്ളത്. മാത്രമല്ല ഈ TK കോളനിക്ക് അടുത്തുള്ള ഒരു അമ്പലം ഉണ്ട്. ഈ അമ്പലത്തിൽ സ്ഥിരമായി ഈ കരടി രാത്രി സമയങ്ങളിലൊക്കെ എത്തി ഈ എണ്ണയും പിന്നെ നെയ്യും ഒക്കെ തന്നെ വെണ്ണയും ഒക്കെ തന്നെ ഭക്ഷിച്ച് പൂജയുടെ ഭാഗമായി എത്തിക്കുന്ന ഇതെല്ലാം തന്നെ ഭക്ഷിക്കുന്നതാണ് ഈ കരടിയുടെ രീതി എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി വനവകുപ്പിലൊക്കെ തന്നെ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും വനംവകുപ്പ് കെണിയും സ്ഥാപിച്ച് കരടിക്കൊക്കെ തന്നെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ വിജയിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല ഇത്രയും മാസമായിട്ടും ഈ രാത്രി മാത്രമായിരുന്നു കരടി ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ പകൽ സമയത്ത് കൂടി ഇറങ്ങുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പകൽ സമയത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ പുറത്തും വീടിന് പുറത്തും കളിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സമയം കൂടി, അതിനാൽ വലിയൊരു ആശങ്കയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കരടിയെ പിടികൂടാൻ ഊർജിതമായ ശ്രമം നടത്തണം, ശാശ്വത പരിഹാരം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ളതാണ് നാട്ടുകാർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സമീർ ബിൻ കരീമാണ് വാർത്തകൾ. MDMA അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ കരടിക്ക് വെണ്ണ അഡിക്ഷൻ ആയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് രാത്രി ഇറങ്ങിയിരുന്ന കരടി പകൽ കൂടി ഈ സാധനം കിട്ടുമോ എന്നറിയാൻ വേണ്ടി നാട്ടിലോട്ട് ഇറങ്ങിയത്. പക്ഷേ നാട്ടിൽ വലിയ ആശങ്ക അത് ഉണ്ടാക്കുന്നുണ്ട്.